വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞ് അവന് മാറ്റാനുള്ള ഡ്രസ്സ് എടുക്കാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വന്ന് നോക്കുമ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അവൻ ഇതുപോലെ എന്നും വെള്ളത്തിലും ചെളിയിലൊക്കെ കളിക്കാനാണ് ഇഷ്ടം. കുളിക്കാൻ വേണ്ടി വാഷ്റൂമിൽ കയറിയപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത്. അതാണ് അവന് ഇഷ്ടപ്പെട്ടില്ല. കുറേ കാര്യങ്ങൾ അവനിപ്പോൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അമ്മ ഇങ്ങനെ എൻ്റെ ട്രൗസറിലുള്ള വീഡിയോ ഒന്നും എടുക്കല്ലേ, എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് എന്നൊക്കെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചില സമയത്ത് അവൻ എന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. ചെറുതാണെങ്കിലും അവന്റെ അഭിപ്രായങ്ങൾക്ക് ഞാൻ വാല്യൂ കൊടുക്കാറുണ്ട്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിശേഷമൊന്നും അവൻ പറയാറായിട്ടില്ല. എന്നാലും ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കും. വാതിലൊക്കെ പൂട്ടിയിട്ട് ഞാനും കാശി നേരെ പോയത് കടയിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു. അപ്പൊ അത് മേടിച്ചു വരാന്ന് വിചാരിച്ച് ഞാൻ അവനെയും കൂട്ടിയിട്ടാണ് പോയത്. ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് ഈ ഒരു കട വരുന്നത്. റേഷൻ കടയും ഹെൽത്ത് സെന്ററും കടയും ഒക്കെ അടുത്തുള്ളത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അവനെയും കൂട്ടി കടയിൽ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവനും എടുത്തിട്ടുണ്ടാവും. വന്നു കഴിഞ്ഞോടെ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. കാശിയുടെ കൂടെ നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവന് കുറെ മാറ്റങ്ങളൊക്കെ കാണാനുണ്ട്. സാധാരണ വൈകുന്നേരങ്ങളിൽ ഏത് നേരം ടിവിയുടെ മുമ്പിലാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട്. അവൻ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ ഇപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാറില്ല. അവൻ എന്റെ കൂടെ നടന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പച്ചക്കറിയൊക്കെ നനച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.